ഗൈസ്, അങ്ങനെ ഞാൻ ഗുഡ് ഈവനിങ് വിത്ത് സുജയിൽ എത്തിയിരിക്കുകയാണ്. ഡ്യൂട്ട്സ് ഇവിടെ വാർത്തയുണ്ട്, ലോട്ട്സ് ഓഫ് ഫൺ, അതുപോലെ വീഡിയോസ്, നല്ല നൈസ് വൈബാണ്, പൊളിയായിട്ട് നമ്മളിങ്ങനെ ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനും ടീമും ഇവിടെ ചില്ല് ചെയ്യുകയാണ്. ഗൈസ്, നമ്മുടെ റിപ്പോർട്ടർ യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ലൈക്ക് ബട്ടൺ കുത്തി പൊട്ടിച്ചുകൊണ്ടേ ഇരിക്കുക. ഞങ്ങളുടെ ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമ്മുടെ ഈ യാത്ര ഇങ്ങനെ തുടരുകയാണ്. വീഡിയോസ് പെട്ടെന്ന് കിട്ടാനായി ആ ലൈക്ക് ബട്ടൺ ഉടനൊന്ന് അമർത്തി പൊട്ടിച്ചേക്കു ഗൈസ്. അയ്യോ, ഇന്നത്തെ വിഷയം ഇതല്ലല്ലോ. ഇന്ന് നമ്മൾ നോക്കുന്നത് വയ്യാവേലിയാകുന്ന യൂട്യൂബ് വേലകളാണ്. അതിനായാണ് നമ്മൾ സാധാരണ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകളുടെ രീതിയിലൊന്ന് നമ്മുടെ ഇൻട്രോ തന്നെ ഒന്ന് മാറ്റിപ്പിടിച്ചത്. അപ്പോൾ ഈ രീതിയിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്തൊക്കെയാണ് കണ്ടന്റ് ക്രിയേഷന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതെങ്ങനെയാണ് വയ്യാവേലിയാകുന്നത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗൈസ്, സ്വാഗതം. എനിക്ക് സ്വന്തമായി യൂട്യൂബ് ചാനൽ ഒന്നും ഇല്ല ഗൈസ്. ഇന്ന് സ്വന്തമായി യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്കവാറും ആളുകൾക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിലൊരു അതിശയോക്തി ഇല്ലാത്ത ചോദ്യമാണെന്നാണ് നമ്മുടെ നൗഫൽ പറയുന്നത്. കുട്ടികൾ മുതൽ വീട്ടമ്മമാർ വരെ ഇന്ന് കേരളത്തിൽ സ്വന്തമായി യൂട്യൂബ് ചാനൽ ഉള്ള 10,000-കണക്കിന് ആളുകൾ, വ്ളോഗർമാർ, യൂട്യൂബ് ഇപ്പോൾ അടക്കി ഭരിക്കുകയാണ്. ഓരോ വിഷയം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഫുഡ്, ട്രാവൽ, ടെക്നോളജി, കല തുടങ്ങി പ്രാങ്ക് വീഡിയോകൾ വരെയുണ്ട്. മലയാളികൾക്ക് യൂട്യൂബിൽ ചൂടുറപ്പിക്കാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. ഈ കോവിഡ് ലോക്ക്ഡൌൺ കാലമൊക്കെ അവർക്കതിന് നല്ല ഒരു സമയമായി മാറുകയാണ് ചെയ്തത്. പാർവതിയുടെ ഇന്നത്തെ ഒരു ഇൻട്രോ ഉണ്ടല്ലോ, ആ ഒരു ഗോപ്രോ ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ഇൻട്രോ, യഥാർത്ഥത്തിൽ ഈ മലയാളത്തിലെ യൂട്യൂബേഴ്സ് പോലും ഇത്ര മനോഹരമായിട്ട് ആ ഒരു ഇൻട്രോ പറയത്തില്ല. വളരെ സൂപ്പറായിരുന്നു. മലയാള യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ എനിക്ക് സത്യമായിട്ട് യൂട്യൂബ് ചാനലിൽ ഇതെന്നെ നൗഫൽ പറഞ്ഞ് പഠിപ്പിച്ചതാണ്. എനിക്ക് ഞാൻ ആ ഈ പറയുന്ന എന്താ സെൽഫി സ്റ്റിക്ക് അല്ലേ, ആ സെൽഫി സ്റ്റിക്ക് ഒക്കെ പിടിച്ച് അത് പിടിക്കാൻ തന്നെ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്നെ ഇവിടെ നമ്മുടെ ക്യാമറ ടീമൊക്കെയാണ് അത് പിടിക്കാൻ പഠിപ്പിച്ചത്. നൗഫലാണ് ഇങ്ങനെയൊക്കെ പറയണം ചേച്ചി, ഇങ്ങനെയാണ് ഒരു വൈബ് വരണം, ഒരു ഗും വരണം എന്നൊക്കെ പറഞ്ഞു തന്നത്. അത് വണ്ടിപ്രാന്തം കണ്ടോണ്ടിരിക്കുന്നത്. ഈശ്വര, ഞാൻ എന്നെ ഈ ചാനൽ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ, എനിക്ക് റിപ്പോർട്ടർ ചാനൽ മതി. അപ്പൊ നമുക്ക് ഞാൻ ജയരാജിലേക്ക് വരാം. അതിനു മുമ്പ് ഇവിടെ വണ്ടിപ്രാന്തനോട് ചില കാര്യങ്ങൾ ചോദിക്കട്ടെ. അപ്പോൾ ടാറ്റ സഫാരി നശിപ്പിച്ചു, അതൊരു ഭാഗത്ത്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണിക്കുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾ, അതിപ്പോ കുട്ടികളടക്കം ഇങ്ങനെയുള്ള റീൽസ്, അതുപോലെ തന്നെ വീഡിയോസ്, ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരിൽ 18+ അല്ല, താഴെയുള്ള കുട്ടികളെ, എന്റെ വീട്ടിലും കുട്ടികളൊക്കെ ഇരുന്ന് ഇങ്ങനെയുള്ള വീഡിയോസ്, അപ്പം ഈ ഇതുപോലെ കണ്ടു കഴിയുമ്പോഴേക്കും അവർക്ക് പലതും അനുകരിക്കാൻ തോന്നും. അതിലൊരു കാര്യം പറയുന്നത്, നമ്മൾ പുക വലിക്കരുത് കുട്ടികളുടെ മുന്നിൽ, അച്ഛന്മാരെന്ന് പറയും. അതുപോലെ പല കാര്യങ്ങളും പറയാറുണ്ട്. പക്ഷെ ആരും പറയാത്ത കാര്യമാണ് സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിക്കരുത് കുട്ടികളുടെ മുമ്പിൽ, ഹെൽമെറ്റ് ഇടാതെ ബൈക്ക് ഓടിക്കരുത്. കാരണം ഇത് കണ്ടുവരുന്ന കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് തോന്നും ഓക്കെ ഇതൊന്നും പ്രശ്നമല്ല, നിയമം പാലിക്കേണ്ട കാര്യമേ ഇല്ല എന്ന് തോന്നും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യുന്ന കുട്ടികളെ സ്വാധീനിക്കുന്ന ആളുകൾ ഒന്നുകൂടി അലർട്ട് ആവേണ്ടതുണ്ട് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യല്ല അവർ ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് എടുക്കുകയാണ്. കാരണം പുറത്തെ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തെ ആളുകളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, അവിടെ ഇൻഷുറൻസ് ഉണ്ട്, അതിന് സ്ഥലമുണ്ട് ചെയ്യാനായിട്ട്, ഒരു പ്രശ്നമില്ല. അവിടെ ചെയ്ത് കഴിഞ്ഞാൽ നിയമം അവർക്ക് സപ്പോർട്ട് കൊടുക്കും. അതെടുത്ത് ഇവിടെ പബ്ലിക് റോഡിൽ ചെയ്യുന്നത് അന്യായമാണ്, അത് ചെയ്യുന്നത് ശരിയല്ല. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. അതാണ് എൻ്റെ ഈ കാര്യത്തിൽ അടുത്തൊരു ടേക്ക് എന്ന് പറയുന്നത്. ഈ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക്, അതായത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റ് അവിടെ കിടക്കുകയാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു 2 days ago ചെയ്ത ഒരു വാഹനത്തിന്റെ സവിശേഷതയെക്കുറിച്ചുള്ള അങ്ങനത്തെ വീഡിയോസ് ആണല്ലോ കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ആ വാഹനത്തിന്റെ സവിശേഷതയെക്കുറിച്ച് അപ്പോഴായിരിക്കില്ല, ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ഈ കണ്ടന്റ് എടുത്ത് നോക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ ഒരു അറ്റ് എ മൊമെന്റ്, ആ സമയത്ത് ഒരു റീച്ചിന് വേണ്ടി ആണെങ്കിൽ പോലും അത് പിന്നീട് നമ്മൾ തിരുത്താതെ അത് അവിടെ കിടക്കുകയാണ്. ഇപ്പം ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സിന് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ശരിക്കും പറഞ്ഞാൽ എവർഗ്രീൻ കണ്ടന്റാ. ഇപ്പൊ സുജിക്ക് ഒരു വണ്ടി വാങ്ങാൻ തോന്നാണ്, സ്വിഫ്റ്റ് ഇന്ന് ഇറങ്ങിയതാ, പക്ഷെ സുജി വാങ്ങാൻ തോന്നുന്നത് അടുത്ത വർഷമാണ്. അപ്പോൾ നിങ്ങൾ കാണുന്ന ഇതേ വീഡിയോ ആണ്, സെർച്ച് ചെയ്ത് ഇതേ വീഡിയോ ആണ്. അപ്പോൾ അതിൽ കാണുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു ബഹളങ്ങൾക്ക് പകരം ഒരു ഇത്തിരി ഒതന്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ജയരാജനോട് കൂടെ ഒന്ന് ചോദിക്കാം. ജയരാജ്, ഇപ്പോൾ ഗാഡ്ജറ്റുകളുടെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പറയുന്ന ഒരു കാര്യം, വാർത്തയുടെ കാര്യത്തിലാണെങ്കിൽ ഞാനിപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് ആധികാരികമായിരിക്കണം. അത് 4 ദിവസം കഴിഞ്ഞോ 10 ദിവസം കഴിഞ്ഞോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന അഭിപ്രായങ്ങളാണ്, വായിക്കുന്ന വാർത്ത അടുത്ത ദിവസങ്ങളിൽ അപ്ഡേഷൻ വരും. പക്ഷെ നമ്മളൊരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം വരും ദിവസങ്ങളിൽ കണ്ടാലും അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എക്സ്പയർ ആവരുത്. അതുപോലെ തന്നെ ഈ ഗാഡ്ജറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളടക്കം സംബന്ധിച്ച് ശ്രദ്ധിക്കാറുള്ളത്? അധികം ബഹളങ്ങളിലേക്ക് പോകാതെ ഉള്ളടക്കത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്?
ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ സഞ്ജു ടെക്കിയുടെ ചാനലിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ വന്ന ആ ഒരു വീഡിയോയ്ക്ക് തൊട്ട് മുമ്പ് സഞ്ജു ടെക്ക് ചെയ്ത വീഡിയോയ്ക്ക് ഏകദേശം 36,000 വ്യൂ ആണ് വന്നിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ഇഷ്യൂ വന്നിരിക്കുന്ന ആ ഒരു വീഡിയോയ്ക്ക് ഇന്ന് ഇപ്പോൾ വൈകിട്ട് ഞാൻ ഈ ഒരു റെക്കോർഡിന് തൊട്ട് മുമ്പ് നോക്കുമ്പോൾ ഏകദേശം 4 ലക്ഷത്തിൽ പുറത്തുള്ള വീഡിയോ കാഴ്ചക്കാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 36,000 നിന്നും തൊട്ടടുത്ത വീഡിയോയിലേക്ക് വന്നപ്പോൾ ഈ ഒരു 4 ലക്ഷത്തിലധികം കാഴ്ചക്കാരെ കിട്ടി അതൊരു വൈറലായെന്ന് പറയുന്നത്? അതിനകത്ത് ഈ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വന്നതുകൊണ്ടാണ്. ഇപ്പോൾ സഞ്ജു ടെക്കിയെ പറ്റി അറിയാത്തവർ പോലും ഇന്ന് ഇത്രയധികം ഈ ഒരു സംഭവത്തെ പറ്റി വാർത്തകൾ വന്നപ്പോഴത്തേക്കും ഇത് ആരാണ് ഈ സഞ്ജു ടെക്കി, അല്ലെങ്കിൽ സഞ്ജു ടെക്കി അറിയാവുന്നവർ എന്താണ് ആ ഒരു വിഷയം തുടങ്ങിയ കാര്യങ്ങൾ അറിയാനായിട്ട് ഈ ഒരു വീഡിയോയിലേക്ക് എത്തുന്നു. അപ്പോൾ അവിടെയാണ് ആ ഒരു വൈറൽ കണ്ടന്റ് ജനിച്ചത്. അപ്പോൾ പക്ഷേ അതിനകത്തൊരു പ്രശ്നം വന്നിരിക്കുന്നത് ഈ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അതിനകത്ത് വന്നു എന്നുള്ളതാണ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമുക്ക് കാഴ്ചക്കാരെ കൂടുതൽ നമുക്ക് ആകർഷിക്കാൻ സാധിക്കും. ഈ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളിലൂടെയും നമുക്ക് കാഴ്ചക്കാരെ കൂടുതലായിട്ട് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. അപ്പോൾ സഞ്ജു ടെക്കിയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ ആ ഒരു വീഡിയോ ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ ഏകദേശം 3 ലക്ഷം മാത്രം ഉണ്ടായിരുന്നൊരു വീഡിയോ ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും 4 ലക്ഷത്തിലേക്ക് കുതിച്ച് ഉയരുകയാണ്. അത് ഇനിയും അവിടുന്ന് കുതിച്ച് ഉയർന്നുകൊണ്ടേയിരിക്കും. മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ തന്നെ സഞ്ജു ടെക്കി ഏകദേശം 3 വീഡിയോകൾ ഇപ്പോൾ തന്നെ ചെയ്തു കഴിഞ്ഞു. ഇനിയും ഇതേ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും കണ്ടന്റുകളും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കണ്ടന്റിൻ്റെ ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന സമയത്തായിരിക്കും ഒരുപക്ഷെ ഇങ്ങനൊരു സാധനം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുകയും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മൾ ഇന്നൊരു ക്രേസി വീഡിയോ ചെയ്യുകയാണെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് അവിടെ എക്സിക്യൂട്ട് ചെയ്തത്. പക്ഷേ ആ വീഡിയോ നമ്മൾ സൂക്ഷിച്ച് കാണുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാവും. സഞ്ജു ആദ്യം പ്ലാൻ ചെയ്ത രീതിയിൽ നിന്നും അവസാനമായപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് തോന്നിയത് പേഴ്സണലായിട്ട്. ആ വാഹനത്തിൻ്റെ കറക്റ്റ് അത് ആ വാഹനത്തിൻ്റെ എയർ ബാഗ് പൊട്ടുന്നു. അതിനുശേഷം വാഹനത്തിൽ നിന്ന് വെള്ളം ഒലിച്ച് പുറത്തേക്ക് പോകുന്നു, ആളുകൾ കൂടുന്നു, ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് പിന്നീട്. പക്ഷേ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ പ്ലാൻ ചെയ്തിട്ടാണ് എന്തായാലും ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു നെഗറ്റീവ് അതിൻ്റെ ഒടുവിൽ വരുമെന്ന് അദ്ദേഹം പോലും ഒരു പക്ഷേ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ കണ്ടൻറ്റുകൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇല്ലാതെയും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്താലും നമുക്ക് കാഴ്ചക്കാരെ നേടാൻ സാധിക്കുന്നത് എൻ്റെ തന്നെ ഒരു ഉദാഹരണം എനിക്ക് മനസ്സിലാവും. ഇപ്പോൾ എൻ്റെ എല്ലാ വീഡിയോകൾക്കും ഒരുപാട് കാഴ്ചക്കാരൊന്നും കിട്ടിയിട്ടില്ല, എങ്കിലും ലക്ഷക്കണക്കിന് ആൾക്കാർ മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടിയ വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹായ് ഗായ്സ് എന്ന് വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അലറി വിളിച്ചുകൊണ്ടോ അങ്ങനെയുള്ള രീതിയിലുള്ള വീഡിയോകളല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ പ്രായത്തിൻ്റെതായ പക്വത കാണിച്ചുകൊണ്ട് ചെയ്യുന്ന വീഡിയോകൾക്കും ഈ പറഞ്ഞ പോലെ നല്ല കാഴ്ചക്കാരെ കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ വീഡിയോകൾ ചെയ്താൽ ആൾക്കാർക്ക് ആവശ്യമുള്ള കണ്ടൻറ്റുകൾ നൽകാമെന്നെങ്കിൽ അതിന് കാഴ്ചക്കാരെ കിട്ടുമെന്നുള്ളതിന് എൻ്റെ ചാനലിൽ തന്നെ ഉള്ള ചില വീഡിയോകൾ എനിക്ക് തന്നെ ഉദാഹരണമായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, തിരിച്ച് നമുക്ക് വണ്ടിപ്രാന്തല്ലേ രാകേഷിലേക്ക് വന്നു കഴിഞ്ഞാൽ, രാകേഷ് ഇപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന് മാക്സിമം വ്യൂസ് ഇരട്ടിപ്പിക്കുക. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് 30K ആണെന്നുണ്ടെങ്കിൽ അടുത്തതിന് 60K, അങ്ങനെ നമ്മൾ തന്നെ ഒരു പേഴ്സണൽ ടാർഗറ്റ് വെക്കുമല്ലോ. അപ്പോൾ ആ പേഴ്സണൽ ടാർഗറ്റ് വെക്കുമ്പോൾ അത് അച്ചീവ് ചെയ്യുന്നതിനായി നമ്മൾ അത്രയും വ്യൂസ് പോയ മറ്റു വീഡിയോ ഏതൊക്കെയാണ് അങ്ങനെയൊക്കെ നോക്കാറുണ്ടോ? അനലിറ്റിക്സ് ആണ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഏതാണ് നമ്മുടെ ഓഡിയൻസിന് ഇഷ്ടം എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല ഇപ്പോൾ ഇന്നത്തെ കണ്ടീഷനിൽ. കാരണം ഇപ്പോൾ സഞ്ജു ടെക്കിയുടെ ഒരു വീഡിയോ നിങ്ങൾ നോക്കൂ, കാരണം 1.5 മില്യൺ ഉണ്ടാവും ചാനലിന്, പക്ഷേ അടുത്ത് കണ്ട വീഡിയോസ് എല്ലാം 30,000-40,000 വ്യൂ ആണ്. എനിക്ക് തോന്നുന്നു സഫാരി എന്ന് പറഞ്ഞ വണ്ടി സഞ്ജു ടെക്കി ശരിക്കും ഒരു ഐശ്വര്യമാണ്. കാരണം ആ വണ്ടി വന്നിട്ട് ആ വണ്ടിയുടെ ഇഷ്യൂ പറഞ്ഞത് തന്നെ 100 വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടാകും പുള്ളിക്കാരൻ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പുതിയ വീട് വെക്കലും പുതിയ കാറും അങ്ങനെ എല്ലാ കാര്യത്തിലും സഹായിച്ചൊരു വണ്ടിയാണ് സഫാരി. ആ സഫാരി അങ്ങനെ നശിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഇപ്പോൾ വ്യൂസ് കുറവാണ്, അപ്പോൾ വ്യൂ കിട്ടാൻ വേണ്ടിയുള്ള ഒരു സംഗതി എന്താണെന്ന് ആലോചിച്ചപ്പോൾ കിട്ടിയ ഒരു കാര്യമായിരിക്കും. അത് ചെയ്തൊരു ഗ്രൗണ്ടിലായിരുന്നെങ്കിൽ പ്രശ്നമൊന്നുമില്ല. കാരണം മോട്ടോർ വാഹന വകുപ്പിന് അതായത് കേസെടുക്കാവുന്ന റോഡിലേക്ക് ഇറങ്ങി പബ്ലിക് റോഡിൽ ആ ഒരു റോഡ് വർത്തിയായിട്ടുള്ള ഒരു വണ്ടിയിൽ ഇത് കാണിച്ചുകൊണ്ടാണ് പ്രശ്നം. അതല്ല സിനിമാക്കാർ. ഇപ്പോൾ അമ്പാന് തന്നെ പ്രശ്നമില്ല, അമ്പാൻ ലോറി പിടിച്ചിട്ടില്ല. കാരണം അമ്പാൻ ചെയ്ത് സെറ്റ് ഇട്ടിട്ട് അതിന് 400 ആളുകൾ നിന്നിട്ടാണ്. അപ്പോൾ ഇവർക്ക് അത്യാവശ്യം കാശുണ്ടെങ്കിൽ ഒരു യൂണിറ്റിനൊക്കെ വാടകയ്ക്ക് എടുത്ത് വല്ല ഗ്രൗണ്ടിലും പോയിട്ട് ഇതൊക്കെ ചെയ്താൽ ഒരു പ്രശ്നമില്ല. കണ്ടൻറ്റാണ്, കണ്ടന്റ് ഈസ് കിങ്, നല്ല കണ്ടന്റ് ആണെന്ന് ആളുകൾ തോന്നുന്നു കണ്ടോട്ടെ. പക്ഷേ ഇത് പബ്ലിക് റോഡിൽ ചെയ്യുന്നതാണ് പ്രശ്നം. ആളുകൾക്ക് പ്രശ്നം ഉണ്ടാകുന്ന വിധത്തിൽ പബ്ലിക് റോഡിൽ ചെയ്യാൻ പാടില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. യൂട്യൂബ് ചാനൽ ഉണ്ട്, ഓൺ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ ഈ വ്യൂസ് ഒരു പ്രധാന ഘടകമല്ലേ? പ്രത്യേകിച്ചും ഈ മോണിറ്റൈസേഷൻ നിങ്ങൾ നോക്കുമ്പോഴേക്കും എങ്ങനെയാണ് ഇതിന്റെ ഒരു വരുമാനം? എങ്ങനെയാണ് മാസം എത്ര സമ്പാദിക്കും? സത്യം പറയാം. നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വരികയാണ്. വ്യൂ ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശമ്പളം കിട്ടും, അത് അതിന്റെ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കൊള്ളും. നമ്മൾ അങ്ങനല്ല, നമ്മൾ ഡെയിലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇന്നൊരു യൂട്യൂബ് വീഡിയോ ഇട്ടു, ഒരു 100K അല്ലെങ്കിൽ ഒരു 200K കിട്ടിയാൽ നമുക്ക് ഓക്കെ ഒരു മാസം റെന്റ് കൊടുക്കാനുള്ള സംഖ്യ അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കാം. ചിലപ്പോൾ അടുത്ത മാസം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള കണ്ടന്റ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ശരിക്കും ഒരു 30 ദിവസം കൊണ്ട് ഒരു 10 വീഡിയോകളും നന്നായി ചെയ്താൽ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ.
അതിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ നമ്മളിതുപോലെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പക്ഷേ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ. എനിക്ക് വേറെ 1-2 കാര്യങ്ങൾ കൂടി രണ്ടുപേരോടും ചോദിക്കാനുണ്ട്. അതായത് നമ്മൾ ഇടുന്ന ഈ തംബ്നെയിൽസ്, അതുപോലെ തന്നെ ഇടുന്ന ടൈറ്റിൽസ്, അതൊക്കെ പ്രേക്ഷകർ ഇതറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. വള്ളിയാകാതെ നോക്കിക്കോ. ഈ വള്ളി പ്രയോഗം ഇച്ചിരി കൂടുതലാണ് നമ്മുടെ വണ്ടി പ്രാന്തൻ. ഈ തംബ്നെയിൽസ് ഇടുന്നതിനെ കുറിച്ച്, പ്രത്യേകിച്ചും വീട്ടമ്മമാരും കുട്ടികളും അടക്കം പ്രായഭേദമില്ലാതെയാണ് ഇപ്പോൾ യൂട്യൂബ് ചാനലുകളുടെ ഓണേഴ്സ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ആളുകളോട് പറയാനുള്ളത് എന്താണ്? ഇതുപോലെയുള്ള വള്ളി പോലെയുള്ള തലക്കെട്ടുകൾ, അതുപോലെ വരുമാനം, ഇതിലൊക്കെ എത്രത്തോളം അവർക്ക് ഹോപ്പ്ഫുൾ ആകാം? മറ്റു ജോലികൾ ഉണ്ടെങ്കിൽ അത് വിട്ടിട്ട്, എന്നോട് നേരത്തെ പറഞ്ഞു, പക്ഷെ ഞാൻ സേഫ് സോൺ വിട്ട് കളിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവരോട് എന്താ പറയാനുള്ള ഉപദേശം? ഞാൻ കോവിഡിന് മുന്നേ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. എനിക്ക് കോവിഡ് വന്നപ്പോൾ ചാലഞ്ചിങ് ആയിരുന്നു. കാരണം ഒരുപാട് ആളുകൾ ചാനൽ വന്നു, നമ്മുടെ ചാനൽ റീച്ചൊക്കെ പോയി, വ്യൂ ഇല്ലാണ്ടായി. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ വള്ളിയുടെ ഒരു കാര്യമൊക്കെ വരുന്നത് 4-4.25 ലക്ഷം സബ്സ്ക്രൈബേഴ്സിൽ എനിക്ക് വരുന്ന വ്യൂ എന്ന് പറയുന്നത് 10,000 താഴെയായിരുന്നു. അപ്പോൾ ആളുകളെ ആകർഷിക്കാനുള്ള മെത്തേഡ് എന്ന നിലയ്ക്ക് ചെയ്താൽ, അപ്പോൾ ഇതൊക്കെ വരുമാനത്തെ ബാധിക്കുന്ന കാര്യം. അപ്പോൾ നമുക്ക് സർവേ ചെയ്യാൻ പറ്റില്ല. ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം ചെയ്തത്. അപ്പോൾ ഇതിനു വേണ്ടി ആളുകളെ വരുത്താനുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് ഞാൻ ആ വള്ളിയും കാര്യങ്ങളൊക്കെ. അതിന് ഒരിക്കലും ഒരു എന്താ പറയുക അനത്തിക്കലായിട്ടൊന്നുമില്ല. കാരണം ആ വണ്ടികളൊക്കെ വള്ളിയാവുന്ന വണ്ടികളാണ്, നിസ്സംശയം പറയാവുന്ന കാര്യം. അപ്പോൾ പുതിയ ചാനൽ തുടങ്ങാൻ വരുന്ന ആളുകളോട് പറയാനുള്ളത് എന്തായാലും ഒരു ജോലി ചെയ്തുകൊണ്ട് ഒരു ചാനൽ തുടങ്ങിയിട്ട് അത് സക്സസ് ആക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു മെയിൻ വരുമാനമായിട്ട് ഇപ്പോൾ കാണുന്നത് ശരിക്കും മണ്ടത്തരമാണ്. അല്ല, സെലിബ്രിറ്റികൾക്കാവാം, കാരണം അവർക്ക് ഓൾറെഡി റീച്ച് ഉണ്ട്. വന്നിറങ്ങുമ്പോഴേ ഇപ്പോൾ ദുൽഖർ സൽമാനാണെന്ന് തോന്നുന്നു ആ ഒരു അനു എന്ന് പറയുന്ന ആ ഒരു സെലിബ്രിറ്റിയുടെ ഒരു ചാനലൊക്കെ ലോഞ്ച് ചെയ്ത് കൊടുത്തത്. അപ്പോൾ തന്നെ ഒരു കൂട്ടം ആളുകൾ വന്ന് കണ്ടുകൊണ്ടിരിക്കും. അതുപോലെ സാധാരണക്കാർക്ക് പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഒരു ജോലി ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് എപ്പോഴും സേഫ് എന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ഇപ്പോൾ എത്ര വരുമാനം? എനിക്ക് 1 ലക്ഷം രൂപ താഴെയാണ് വരുമാനമുള്ളൂ ഇപ്പോൾ ഈ കണ്ടീഷനിൽ. ഇതിനൊക്കെ മുകളിൽ വരുമാന സമയം ഉണ്ടായിട്ട്, പക്ഷേ 2-2.5 ലക്ഷം രൂപ അതിൽ കൂടുതലൊന്നും പോയിട്ടില്ല. നമുക്ക് ജയരാജിനോട് കൂടെ ചോദിക്കാം. ജയരാജിനാഥ്, ഇപ്പോൾ രാകേഷ് പറഞ്ഞതുപോലെ ഒരു സ്ഥിര വരുമാനമുള്ള ജോലി ഉപേക്ഷിച്ച് കണ്ടന്റ് ക്രിയേഷനിലേക്ക് പൂർണ്ണസമയം ഇറങ്ങുന്നവരുമുണ്ട്, സമാന്തരമായി ചെയ്തു പോകുന്നവരുമുണ്ട്. ഇതിലേതാണ് ഇപ്പോൾ കുട്ടികൾ മുതൽ, ചെറിയ കുട്ടികൾ മുതൽ ഇപ്പോൾ യൂട്യൂബേഴ്സാണ്. അപ്പോൾ അവരോട് പറയാനുള്ളത് എന്താണ്? ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും. ഇപ്പോൾ ഒരാൾക്ക് ഒരു ഡോക്ടർ ആവണമെങ്കിൽ നമ്മൾ മിനിമം MBBS ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം. അതുപോലെ ഒരു എഞ്ചിനീയർ ആകണമെങ്കിൽ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം. പക്ഷേ ഒരു യൂട്യൂബറിന് ഒരു ക്വാളിഫിക്കേഷനും, വിദ്യാഭ്യാസപരമായിട്ട് ഒരു ക്വാളിഫിക്കേഷനും വേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ആർക്കും ഈ മേഖലയിലേക്ക് വരാം. സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 10 വർഷത്തിലധികമായി. ആ സമയത്ത് മലയാളത്തിലൊന്നും അധികം ഇത്തരം ക്രിയേറ്റേഴ്സൊന്നും ഇല്ലായിരുന്നു യൂട്യൂബിൽ. പക്ഷേ ഇന്ന് അതല്ല. ഇന്ന് കാഴ്ചക്കാരേക്കാൾ അധികം യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരുടെ എണ്ണമാണ് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത്. നല്ല കാര്യമാണ്. കൂടുതൽ നല്ല ക്രിയേറ്റേഴ്സ് ഒരുപാട് ഈ ഒരു ഇതിലേക്ക്, കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നത് നല്ല കാര്യമാണ്. പരസ്പരം മത്സരങ്ങളുണ്ടാകുന്നു, നല്ല കണ്ടൻറ്റുകൾ ഉണ്ടാകണം, അതിനൊക്കെ അത് നല്ല കാര്യമാണ്. അപ്പോൾ ഈ നേരത്തെ നമ്മൾ ഈ തമ്പനയിലിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഈ നെഗറ്റീവ് തമ്പനയിൽ പലരും ഇതുപോലെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ തമ്പനയിലിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്, ഒരാൾ യൂട്യൂബ് ഇങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ അയാളെ ആ ഒരു വീഡിയോ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ആ ഒരു ഡിസിഷൻ ടേക്കിംഗ് ടൈം എന്ന് പറയുന്നത് ആ തമ്പനയിൽ കാണുമ്പോഴാണ്. അതിൽ ആ വ്യൂവർ തീരുമാനിക്കുന്നു ഈ വീഡിയോ ഞാൻ കാണണോ വേണ്ടയോ. ഇപ്പോൾ ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ച് എന്താണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ വീഡിയോ വ്യൂവേഴ്സിനെ പരമാവധി കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഡിസിഷൻ മേക്കിംഗ് വരുന്നത് ആ തമ്പനയിൽ കണ്ടുകൊണ്ടാണ്. അപ്പോൾ ആ തമ്പനയിൽ കറക്റ്റായിട്ട് ക്യാച്ചി ആയിട്ടുള്ളൊരു തമ്പനയിലായിരിക്കണം, ആളുകളെ അതിലേക്ക് ക്ലിക്ക് ചെയ്യാൻ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള തമ്പനയിലും ആയിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന്, അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞ നേരത്തെ വള്ളി എന്നൊക്കെ പറഞ്ഞ പോലുള്ള ചില തമ്പനയിൽ പലപ്പോഴും വരുന്നത്. അപ്പോൾ വേറെ കാര്യമുണ്ട്. ബാഹുബലി 3 ഫുൾ മൂവി എന്നും പറഞ്ഞിട്ടൊരു ശ്രീ ജയരാജ്, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നതും അപ്ലോഡ് ചെയ്യും, റിപ്പോർട്ടർ ലൈവിന്റെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ക്യാച്ചി തമ്പനയിൽ എന്തായിരിക്കും? രണ്ടുപേർക്കും പറയാം. അൻഷിഫിന് അത് എളുപ്പമാവും. അൻഷിഫ് ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓൾ ഓഫ് എ സഡൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറയാം, ഞാനിപ്പോൾ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ടൈറ്റിലൊക്കെ ഇടുമ്പോൾ, അതെ, എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഒരു തമ്പനയിലും ടൈറ്റിലൊക്കെ എന്ന് വെച്ചാൽ നല്ല ഒരു തോട്ട് പ്രോസസ്സിന് ശേഷം ചെയ്യുന്നൊരു സാധനമാണ്. ഇപ്പോൾ ഓൾ ഓഫ് എ സഡൻ ഇതിനൊരു തമ്പനയിൽ ഒരു ടൈറ്റിൽ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇടുന്നൊരു സാധനമല്ല. ആ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി എന്ത് തമ്പനയിൽ കൊടുക്കാം, എന്ത് ടൈറ്റിൽ കൊടുക്കാമെന്ന് ഒരു നല്ലൊരു തോട്ട് പ്രോസസ്സ് കഴിഞ്ഞിട്ട് മാത്രം, അതിൽ പല തമ്പനയിലുകൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു, പല ടൈറ്റിലുകൾ വരുന്നു, എന്നിട്ട് മാത്രമേ അതിൽ നിന്ന് പറഞ്ഞ് തീരുമാനിക്കൂ. ഇങ്ങനെ ഓൾ ഓഫ് എ സഡൻ ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആലോചിച്ചുറപ്പിക്കുന്ന കണ്ടന്റുകളാണ്. ഒരു കാര്യം കൂടെ, ആളുകളെ പറ്റിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ 2-3 നെഗറ്റീവ് തമ്പനയിൽ ഇട്ടു വിചാരിച്ചോ, 4ാമത്തെ വീഡിയോ കണ്ട ആൾക്കാർ തട്ടിപ്പാണെന്നുള്ളത് കാണൂല. അപ്പൊ അതിന്റെ ഒരു വീഡിയോയുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനം മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഞങ്ങൾ നമ്മുടെ യൂട്യൂബിൽ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്ന ഞങ്ങളുടെ ഡിസ്കഷൻ പ്രോഗ്രാമിന്റെ തംബ്നെയിൽസ് അത് വളരെ അങ്ങനെ ക്യാച്ചി ആക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ അൻഷിഫ് ഒക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പറയൂ.
അത് നേരത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞത് മുഴിപ്പിച്ചില്ലായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ തമ്പനയിൽ ഇപ്പം ഞാൻ പറയാം ബാഹുബലി 3 ഫുൾ മൂവി എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ട് ഞാൻ ഇട്ടു. ആളുകൾക്കറിയാം അത് തെറ്റാണ്, അങ്ങനെ ഒരു സിനിമ വന്നിട്ടില്ലെന്ന് ആളുകൾക്കറിയാം. അഥവാ അങ്ങനെ കണ്ട് ബാഹുബലി 3 ആണെന്ന് തെറ്റിദ്ധരിച്ച് ആ വീഡിയോ കാണാൻ തുടങ്ങിയിരിക്കട്ടെ, ആ വീഡിയോ കാണുമ്പോൾ അത് സിനിമ അല്ലെന്ന് മനസ്സിലായി, ബാഹുബലി 3 അല്ലെന്ന് മനസ്സിലായി. അപ്പോഴേ അവൻ ക്ലിക്ക് ചെയ്ത് അതിൽ നിന്ന് മാറുകയാണ്. അപ്പോൾ ആളുകളെ തമ്പനയിലൂടെ അത് കാണണോ വേണ്ടോ എന്ന് തീരുമാനിപ്പിക്കപ്പെടുന്നു എന്ന് മാത്രം. പക്ഷേ കണ്ടന്റ് കൊള്ളാമെങ്കിൽ മാത്രമേ അയാൾ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. ആ വീഡിയോ കണ്ടിന്യൂ ചെയ്തെങ്കിൽ മാത്രമേ അയാൾക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാകുന്നുള്ളൂ. അല്ലെങ്കിൽ അയാൾ ആ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, കാണുന്ന ആൾ പുറത്തിറങ്ങി പോവുകയാണ് ആ വീഡിയോയിൽ നിന്ന്. അങ്ങനെ ആളുകളെ പറ്റിക്കാൻ പറ്റില്ല. തീർച്ചയായും നമ്മളങ്ങനെ പറ്റിക്കാനും പാടില്ല, നല്ല കണ്ടന്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നിങ്ങളുമായിട്ടുള്ള ഈ സംഭാഷണം തന്നെ നല്ലൊരു കണ്ടന്റ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ പ്രേക്ഷകർക്കും അങ്ങനെ തന്നെ ആ കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു സോ മച്ച് ജയരാജ് പ്രതികരിച്ചതിനൊപ്പം. രാകേഷ് നമുക്ക് തത്സമയം ഈ സ്റ്റുഡിയോയിലേക്ക് വന്നു. എങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ജോലി കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായോ? കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. മനസ്സിലായി. മീറ്റ് ദ എഡിറ്റേഴ്സ് ഒക്കെ പുറത്തിരുന്ന് കണ്ടിട്ടല്ലേ വന്ന് ട്രോളിട്ട് പോകാന്നൊക്കെയാണ് വിചാരിച്ചത്. കണ്ടിരുന്നു, കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്നും ചെയ്യുന്നില്ല, പിന്നെ ചെയ്യാം. അല്ല പറഞ്ഞിട്ട് പോയാ മതി. ശരിക്കും ഈ നിലപാടുകളൊക്കെ പറയുമ്പോഴേ കൂടെ ഇരിക്കുന്ന ആളുകളുടെ സംസാരത്തിൽ നിന്ന് ക്യാച്ച് ചെയ്യുന്നതാണോ അതോ ഓൾറെഡി മനസ്സിനകത്ത് വരുന്ന ഓൾറെഡി ഓർത്തു വെച്ച കാര്യങ്ങളാണോ പറയുന്നത്? അങ്ങനെ പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഒന്നല്ല, നാച്ചുറൽ ആണ്, നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. പിന്നെ നമ്മൾ എത്ര അങ്ങനെ ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാലും കുറെ കേട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് അതിന് റെസ്പോണ്ട് ചെയ്യേണ്ടി വരും. ആ റെസ്പോൺസ് നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി പ്രീ പ്ലാൻഡ് ആണ് എന്ന ഒരു നെറേറ്റീവിലേക്ക് എത്തും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നല്ല ഉള്ളടക്കമാവില്ല. അപ്പം നല്ല ഉള്ളടക്കം ആകണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ സഡൻ റിപ്ലൈ കൊടുക്കണം, അങ്ങ് കൊടുത്തേക്കണം. ഓക്കെ, അപ്പോൾ സ്ഥിരമായിട്ട് മീറ്റ് ദ എഡിറ്റേഴ്സ് കാണുന്ന പ്രേക്ഷകരാണ്. അപ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ടർ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കണം, പൊട്ടിച്ചേക്കണം. ജയരാജ് ഇവിടെ പറഞ്ഞത് തന്നെ അവിടെയും ഞങ്ങളെ റിപ്പോർട്ടർ ലൈവ് സബ്സ്ക്രൈബ് എന്തോ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി അൺസബ്സ്ക്രൈബ് ചെയ്യാം. ആൾറെഡി ഇതെല്ലാം ചെയ്തിട്ടുണ്ട്, ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെ. അപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം നിങ്ങളൊപ്പം ചേർന്നതിന്. രണ്ടുപേർക്കും ഒരിക്കൽ കൂടി നന്ദി.